വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. എൻ്റെ ചാച്ചനും അമ്മച്ചിയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവരെ ഞാൻ നന്ദിയോടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ കാലത്തും എനിക്ക് എൻ്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട്. ആ അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദിയും അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണ്ണമല്ല, ഇനിയും ഇതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര. ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വർക്കിംഗ് പ്രസിഡന്റന്മാർ എന്താ അതിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, വർക്കിംഗ് പ്രസിഡന്റന്മാർ മാത്രമല്ല, അവർ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അതിവരെ 3 പേരെ ഉദ്ദേശിച്ചാണ്. വർക്കിംഗ് പ്രസിഡന്റന്മാർ, they will be hard working presidents. സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. ഇന്ന് സി കേശവന്റെ പ്രസിദ്ധമായ കോലഞ്ചേരി പ്രസംഗത്തിൻ്റെ 90ാം വാർഷികമാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ്? ദളിത് പിന്നോക്ക സമുദായങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ്, അംഗീകാരത്തിന് വേണ്ടിയാണ് അദ്ദേഹം 90 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ദൗത്യമാണ്. ആ ദൗത്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ബുദ്ധ പൂർണ്ണമി ദിവസമാണിന്ന്. ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം.